പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, സ്വർഗീയ കുടുംബാംഗങ്ങളെ അങ്ങനെ വിളിക്കാൻ കർത്താവ് ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പയർ ചെയ്യാറുണ്ട് കേട്ടോ. സ്വർഗീയ കുടുംബാംഗങ്ങളെ എന്ന് ഇൻസ്പയർ ചെയ്യാൻ പറയാം, അങ്ങനെ വരാറുണ്ട്. ഒത്തിരി സന്തോഷമാണ്. ഓക്കെ, നമ്മളിന്ന് ഒരു 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 ഡീറ്റെയിലിങ് നിങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ ഈ ഡീറ്റെയിലിങ്ങും കൂടി ഉൾപ്പെടുത്തണേ എന്ന് ആഗ്രഹിക്കും. സങ്കീർത്തനം 91 ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കീ അറിയാം, നിങ്ങൾക്ക് അതിൻ്റെ പ്രൊട്ടക്ഷൻ്റെ ഷീൽഡിൻ്റെ മോഡുകൾ അറിയുന്നുണ്ടാവും, അതിലെ ഡാർക്ക് അറ്റാക്കുകളുടെ തലങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, അതിലെ ബ്ലെസ്സിങ്സ് അറിയുന്നുണ്ടാവും, എല്ലാം അറിയുന്നുണ്ടാവും. എന്നിരുന്നാലും നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ഒരു ഘടകം ഫാക്ടർ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പം ഇതിൽ നിങ്ങൾക്ക് അറിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും ചില സമയത്ത് നമ്മൾ മറ്റൊരു ആംഗിളിൽ അല്ലെങ്കിൽ മറ്റൊരു പേഴ്സ്പെക്റ്റീവിൽ ഇത് കിട്ടുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ എന്താ പറയുക, ഡെപ്ത് പിടികിട്ടുക. ലെയറുകൾ എന്ന് പറയുമല്ലോ. ഇപ്പം നമ്മൾ സബോള അല്ലെങ്കിൽ ഉള്ളി അതിൻ്റെ സ്കിൻ, എൻ്റെ റിമൂവബിൾ സ്കിൻ അത് കളഞ്ഞു, ഫ്ലേക്കി സ്കിൻ കളഞ്ഞു, പിന്നെ ഇങ്ങനെ സ്പ്രെഡായിരിക്കും, ഇങ്ങനെ കടലിതിരി അതെടുത്ത് കളഞ്ഞു, പിന്നെ ചിലപ്പോൾ ഒരു ഒരു ഫിലിം പോലത്തെ ലെയർ ഉണ്ടാവും, അപ്പോൾ അതെടുത്ത്, പിന്നെയാണ് ചിലപ്പോൾ അതിൻ്റെ ക്രഞ്ചി ശരിക്കുള്ളത് വരും. പക്ഷെ അത് ശരിക്കും അരിയുമ്പോൾ നമുക്ക് കണ്ണീര് വരും, നമുക്ക് ഹിറ്റ് ചെയ്യും, ശരിക്കും ഹിറ്റ് ചെയ്യും എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ പ്രാർത്ഥനയോടെ ആയിരിക്കണം. നിങ്ങളുടെ ബൈബിളുകളൊക്കെ പെട്ടെന്ന് എടുക്കണം. സങ്കീർത്തനം 91 എത്ര കാണാപ്പാടം അറിയുന്നതാണെങ്കിൽ തന്നെയും നിങ്ങൾ ബൈബിൾ എടുക്കണം, പ്ലീസ് എടുക്കണം. ഫിസിക്കൽ ഓർ നിങ്ങൾ ഡിജിറ്റൽ എങ്ങനെ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ചിലർ ഞാൻ പറയാറുണ്ട്, ബൈബിൾ എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ഇങ്ങനെ ഒരു ഇതും പിടിച്ചിട്ടിരിക്കുന്നുണ്ടോ, ഈ ടാബ് പോലത്തെ സൂത്രം, അപ്പോൾ അല്ലെങ്കിൽ വലിയ ഫോൺ, അപ്പോൾ നമുക്കിത് മനസ്സിലാവുന്നില്ല, ഇത് തുറന്നിട്ടിരിക്കണം, അതിൻ്റെ ഉള്ളിൽ ഒരു പാന് സ്റ്റെൻസിൽ പോലത്തെ സൂത്രം, അതുകൊണ്ട് എഴുതാൻ പറ്റുന്നുള്ള ബോധമൊന്നും നമുക്കധികം ഉണ്ടായിരുന്നില്ല. അപ്പം അത് ഒത്തിരി സന്തോഷം തോന്നി. ഓരോരുത്തരും അങ്ങനെ ഞാനായിരിക്കുന്ന സ്ഥലത്ത് കേട്ടോ, പലയിടത്തും പലരും പല രീതിയിലായിരിക്കും. നമ്മൾ ചില സമയത്ത് ഒരു ഹൗസ് വിസിറ്റിന് നമ്മൾ വിളിക്കുന്ന സമയത്ത്, നമ്മളിരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞാലേ അവർക്ക് അറിയുന്നുള്ളൂ, ബൈബിൾ എടുത്ത് പിടിക്കണം അല്ലേ. അപ്പം നമ്മൾ ഇപ്പോൾ ചില സ്ഥലത്ത് നമ്മളൊരു ഹൗസ് വിസിറ്റിന് അതൊരു കുട്ടി ചർച്ചാന്നുള്ള ബോധ്യം. എൻ്റെ ഭവനം കാത്തലിക്സിനോട് ഇപ്പം എന്നെ പ്രത്യേകിച്ച് പറയേണ്ടവർക്ക് അറിയണ്ടായിരിക്കും. നോൺ കാത്തലിക്സ് അതെങ്ങനെ എടുക്കണമെന്ന് എനിക്കറിയത്തില്ല. അതിന് ബേസിക് പഠനങ്ങളുടെ ഒരു ഭാഗമാണ് നിൻ്റെ ഭവനം ഒരു ദേവാലയമാകണം, എന്നാലേ അതിൽ ജനിക്കുന്നവർ ദൈവത്തിൻ്റെ വിളി അനുസരിച്ച് അല്ലേ, CCCയിൽ നമ്മൾ കൃത്യം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ കാറ്റലും ജീസസ് യൂത്ത് അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ പച്ചവളം പോലെ അറിയുന്നൊരു കാര്യമായിരിക്കും. എന്നിരുന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ഭവനത്തിലായിരിക്കുന്ന നമ്മൾ ഓരോ ഹൗസ് വിസിറ്റുകൾക്ക് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് എല്ലാവരും നിങ്ങൾ ഒരു ബൈബിൾ സ്റ്റഡി ബൈബിൾ കേട്ടോ, മറ്റൊന്നും കുത്തി കുറിക്കരുത്. നിങ്ങളുടെ സ്റ്റഡി ബൈബിളും ഒക്കെ കയ്യിൽ കരുതണം. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. പരിശുദ്ധനായ ദൈവമേ, ഇന്നേ ദിവസം ഇതിന് ഒരുക്കിയതിന് നന്ദി പറയുന്നു. ഈശോ കേൾക്കാൻ ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കെതിരെ നിരൂപിക്കുന്ന സകല തിന്മകളെ അടിച്ചോടിപ്പിക്കുന്ന കർത്താവേ, ഈശോയെ നിൻ്റെ മഹത്വം ഞങ്ങളുടെ മധ്യേശ 12 വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കാണുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരിലേക്കും ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കബർ 19 അധികാരം ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ ഓരോരുത്തരായിരിക്കുന്ന സമയം ജോഷുവ 1:3 അധികാരത്താൽ എവിടെയാണോ കാലുകുത്തിയിരിക്കുന്നത്, ഞങ്ങളെല്ലാവരും പല ദേശത്താണ്, എന്നിരുന്നാലും ഓരോ ദേശത്ത് കാലുകുത്തി അവിടെ ഞങ്ങൾക്ക് അധികാരമുണ്ട് എന്നുള്ള ബോധ്യത്തോടെ ഞങ്ങളായിരിക്കട്ടെ. 17:21 പാറമേൽ ഞങ്ങൾക്കൊന്നും അസാധ്യമായിരിക്കില്ല എന്നുള്ള പാറമേൽ ഞങ്ങളായിരിക്കട്ടെ. ഞങ്ങൾക്കെതിരെ തിരിയുന്ന സകല ദുഷ്ടൻ്റെ കെണികളെ, സകല പൈശാചിക ഇടപെടലുകളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന കർത്താവ്. ഈശോ സക്കറിയ 2:5 അഗ്നി കൊണ്ട് ഞങ്ങളിൽ നിന്നപ്പോഴും മഹത്വം വ്യാപരിച്ച് ഞങ്ങൾക്ക് ചുറ്റും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോബ് 1:10 ഞങ്ങളുടെ മേലും ഞങ്ങൾക്ക് നൽകിയവരുടെ മേലും ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നവരുടെ മേലും ഞങ്ങൾ ഉപയോഗിക്കുന്ന വസ്തുവകകളുടെ മേലും എല്ലാം ഈശോ നിൻ്റെ സംരക്ഷണം വ്യാപരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ കരത്തിൻ്റെ അധികാരത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഒരു വിച്ച് ക്രാഫ്റ്റ്, ഒരു ബ്ലാക്ക് മാജിക്, ഒരു വൈറ്റ് മാജിക്, നത്തിങ്, ഒന്നും തന്നെ ഏൽക്കത്തില്ല. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈശോ തരുന്ന ശക്തിയുടെ അധികാരത്തിൻ്റെ താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് ബന്ധിതമായി കിടക്കുന്ന ഇതിൽ ഓരോരുത്തരും അഴിച്ചു വിടുന്ന കർത്താവ്. ഐ bless and I command divine acceleration into their lives, O Lord. I command divine healing into their lives, O Lord. ഈ സ്വർഗീയ അപ്പം നൽകിയിരിക്കുന്ന അധികാരത്താൽ സൗഖ്യത്തിന് കൽപ്പിക്കുന്ന കർത്താവ്. വിശുദ്ധരായ മാലാഖമാരുടെ
സംരക്ഷണം കൽപ്പിക്കുന്ന കർത്താവ്, സ്വർഗീയ ഇടപെടലുകൾ കൽപ്പിക്കുന്ന കർത്താവ്. ഇത് കേൾക്കുന്നവരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറുന്ന എവറി സ്നേക്ക് സ്പിരിറ്റ്, എവറി സെർപ്പന്റൈൻ വേൾഡ് കിങ്ഡം ഡീമൻസ്, ഐ ക്യാൻസൽ യുവർ അതോറിറ്റി, കട്ട് യു ഇൻ ടു പീസസ് ആൻഡ് ഐ കാസ്റ്റ് യു ഔട്ട് ഇൻ ജീസസ് നെയിം. ഈശോ മാർക്കോസ് 3:14-15 അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൂക്ക 10:19 അധികാരവും ശക്തിയും ഓരോരുത്തരിലേക്കും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും എൻ്റെ സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സങ്കീർത്തനം 91 എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളുടെ നോട്ട് പാഡിൽ നിങ്ങൾ ഇങ്ങനെ എഴുതണം. ഇപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ മലയാളത്തിലാണ് നമ്മളിപ്പോൾ ഇത് ഡീറ്റെയിൽ ചെയ്യുന്നത്, കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. അത്യുന്നതൻ്റെ കർത്താവിൻ്റെ സംരക്ഷണം എന്ന് ഹെഡർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ നമുക്ക് 16 അല്ലേ, ഒരു വലിയ ഒന്നും കൂടെ നോക്കിക്കോട്ടെ, 16 അല്ലേ, അതെ 16 വാക്യങ്ങൾ തന്നെയാണ്. ശരി. ഈ 16 വാക്യങ്ങൾക്കും ഒരു സെഗ്രിഗേഷൻ ഉണ്ട്. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതിൽ ആദ്യത്തെ ഘടകത്തിൽ കീ, ഇതിൻ്റെ താക്കോല്, ഈ പറഞ്ഞ വചനം ഇത് മാംസം ധരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ പറയുന്നത് നടക്കണമെങ്കിൽ ഒരു താക്കോലുണ്ടാവും, ഒരു കീ, അത് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നും അതിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തൊക്കെ പ്രൊട്ടക്ഷനുകൾ അല്ലെങ്കിൽ എന്തൊക്കെ കവറേജുകളാണ്, അല്ലെങ്കിൽ നീ ആ അധികാരത്തിൻ്റെ കീഴിലേക്ക് അല്ലെങ്കിൽ ആ ആക്സസ് അല്ലെങ്കിൽ ആ പ്രൊട്ടക്ഷൻ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഓൾ വിൽ ഇറ്റ് ഷീൽഡ്, എന്തിനൊക്കെയാണ് അത് ചെറുത്ത് നിൽക്കുക, എന്തിൽ നിന്നൊക്കെയാണ് സംരക്ഷണം എന്നുള്ള കുറച്ച് ഘടകങ്ങളുണ്ട്. പിന്നെ അതിൽ കുറച്ച് സീക്രട്ട് ഉള്ളത് നമ്മുടെ കാലഘട്ടത്തിൻ്റെയോ നമ്മൾ ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സമയത്തിൻ്റെ തലങ്ങളിൽ നിന്നോ വരുന്ന അറ്റാക്കുകൾ, ദുഷിപ്പുകളെ കുറിച്ചൊക്കെയുള്ള ഒരു അവബോധം അല്ലെങ്കിൽ കുറച്ച് സീക്രട്സ് അത് വെളിപ്പെടുത്തി വരുന്നുണ്ട്. അതുകൂടാതെ ഭയത്തിനെ തോൽപ്പിക്കാനായിട്ടുള്ള ഒരു പവർ വെപ്പൺ അതിലൊളിഞ്ഞു കിടപ്പുണ്ട്. ഭയത്തിന് അല്ലെ, 1 യോഹന്നാൻ 4:18 നമ്മൾ പ്രാർത്ഥിക്കും. റോമ 8:1 നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്കിപ്പോൾ ശിക്ഷയെക്കുറിച്ച് പേടിയൊന്നുമില്ല, നമ്മൾ നമ്മുടെ ജോലിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു നീതിമാൻ 7 പ്രാവശ്യം വീണാലും അപ്പം തന്നെ പിടിച്ച് നിർത്തും, പേടിക്കാനൊന്നുമില്ല, തിരിച്ചു വരിക എന്നുള്ളതാണ്, വർക്ക് തുടരുക എന്നുള്ളതാണ് പ്രാധാന്യം. അല്ലാതെ എൻ്റെ പാപം ഞാൻ എൻ്റെ കഴിവുകൊണ്ട് തന്നെ കഴുകി വെടുപ്പാക്കി വീട്ടിൽ കയറാമെന്ന് ഒരു സ്ഥലത്തും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ പാപം കഴുകാനായിട്ടുള്ള ഓഫീസ് മൂത്ത ആൾക്കാണ്, യാശോയ്ക്കാണ്. നമ്മൾ താഴെയാണ്. അനേകർക്ക് മോചനദ്രവ്യമാകാനായിട്ട് എൻ്റെ ആദ്യജാതന എന്ന് പറയുമ്പോൾ പിന്നെ ജനിച്ചവരൊക്കെ എൻ്റെ താഴേക്കാണല്ലോ, മുമ്പിലേക്കല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വരുന്ന സമയത്തിന് മുൻപ് സ്വർഗീയടങ്ങളിൽ പിതാവിനോട് കൂടി ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഇപ്പോൾ ഈ ഡിസ്പൊസിഷൻ, ഇപ്പോൾ ഈ സമയത്ത് നമ്മളെ ഈ ടൈം സോണിൽ, ടൈം ലൈനിൽ ഈ ബോക്സിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ പർപ്പസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് വീഴ്ച പറ്റുന്നതിൻ്റെ കാരണം നമ്മുടെ ശരീരത്തിനോട്, ബാഹ്യ ലോക തലത്തിനോട് ചാരുന്നത് കൊണ്ടാണ്. അപ്പോൾ വീഴ്ചയും സംഭവിക്കുന്നു. എണീറ്റ് നിൽക്കുക, ഞാനൊരു ആത്മീയ മനുഷ്യനാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കണം. രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മൾ പ്രഖ്യാപിക്കണം. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? വിശുദ്ധ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗീയപ്പ പുതിയ ദിവസം തന്നു. ഉമ്മ ഈശോയെ ഒത്തിരി താങ്ക് യു. പരിശുദ്ധ റൂഹായ കാത്തോളനെ, ഇന്നൊക്കെ എന്തൊക്കെ ജന്തുക്കൾ പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എല്ലാം ശരിയാക്കിയോളൂട്ടാ, സെറ്റപ്പ് അല്ലേ. സ്വർഗസ്ഥനായ പിതാവ്, നന്മ നിറഞ്ഞ രമസ്വസ്തി. പിതാവിനും പുത്രനും വചനം വായിച്ചു പോയി. ഡിസിപ്ലിൻ ഈസ് ഗുഡ്. ഡിസിപ്ലിൻ നല്ലതാണ്, പൊട്ടാന്നല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആ ഒരു ബേസിക് ലേ ഔട്ടിൽ നിന്ന് സ്കെയിൽ ചെയ്യണമെങ്കിൽ പിന്നെ ഇമ്മീഡിയറ്റ്ലി വേണ്ടത്, നമ്മുടെ അക്കാഡമിയിൽ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യത്തിൻ്റെ പ്രാധാന്യം ഇതാണ്. ഇത് മറന്നിട്ടില്ല കേട്ടോ, ഇതിലേക്ക് വരും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയും. ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി പറയാം. യു ബിക്കം വാട്ട് യു ഡിക്ലെയർ, വാട്ട് യു പ്രൊക്ലെയിം അല്ലേ. നമ്മൾ കൊച്ചുങ്ങളുടെ അടുത്ത് ഒരിക്കലും കൊച്ചു കള്ള, കുറുമ്പാച്ചി ഇങ്ങനെയൊക്കെ വിളിക്കരുതെന്ന് പറയാനായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ആൾക്കാർ നമ്മളെ കളിയാക്കാറൊക്കെ ഉണ്ട്. വലിയ ഭക്തർ വന്നിരിക്കുന്നു, തലമുറയായിട്ട് ഇങ്ങനെ എനിക്ക് വല്ല കുഴപ്പമുണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ് ടു ദം, നമുക്കതിന് പരാതിയൊന്നുമില്ല. കൊള്ളേണ്ടത് കൊള്ളുക, മേടിക്കേണ്ടത് മേടിക്കുക, അത്ര നമ്മൾ പറയാറുള്ളൂ. അപ്പം ഇതിൽ ഒരു ഘടകമുള്ളത്, നമ്മൾ ഒരു കൊച്ചിൻ്റെ മേലേക്ക് എന്ത് പ്രൊക്ലെയിം ചെയ്യുന്നു, എന്ത് പറയുന്നുവോ അതിൻ്റെ പവർ എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഒബീഡിയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഘടകം നമ്മൾ അത് അപ്ലോഡ് ആയെന്ന് എനിക്കറിയത്തില്ല, അത് വന്ന് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. സൃഷ്ടി എങ്ങനെ സംഭവിച്ചത്,
കൽപ്പിച്ചത് പിതാവാണ്, പക്ഷെ ആരാ സൃഷ്ടിച്ച്, ആരാണ് ഉണ്ടാക്കിയത്? നമ്മൾ ഞാൻ ചോദിക്കുന്ന ചിലരിങ്ങനെ വണ്ടടിച്ച് പോയിട്ടുണ്ട്. അല്ല, ദൈവം സൃഷ്ടിച്ചു, ദൈവമാണ് സൃഷ്ടിച്ചത്, അതെങ്ങനെ ഉണ്ടായേ എന്നാണ് ചോദിച്ചതെന്ന് പറയുമ്പോൾ ചിലർ സ്റ്റക്കാവുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തിൽ നിന്നുണ്ടായി എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തുണ്ടാകാം എന്ന് കത്തില്ല കേട്ടോ. അപ്പോൾ നമുക്കത് ആ സെഷനിൽ നമുക്കത് കൂടുതൽ പഠിക്കാം. പക്ഷെ മനസ്സിലാക്കണം, നിന്നിൽ നിന്ന് പുറപ്പെടുന്നതിന് ശക്തിയുണ്ട്. ആ ശക്തി ദൈവം തന്നതാണ്. അത് ഒരാളിലേക്ക് നീ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമാൻഡ് ചെയ്യുന്ന സമയത്ത് അത് പ്രതിഫലിക്കും. അത് റെസനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ആ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പിന്നീട് പറയരുത് അയ്യോ ഇതെന്തെങ്കിലും ഉണ്ടായി എന്ന് പറയരുത്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നട്ടലുള്ള നല്ല അപ്പന് ജനിച്ച, നല്ല തന്തയ്ക്ക് ജനിച്ച, നല്ല പിതാവിന് ജനിച്ച, നല്ല ദൈവത്തിന് ജനിച്ച മക്കളുടെ സ്വഭാവം കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതേ ചോരയുടെ ഗുണം, അതേ നേച്ചർ കാണിക്കണം. നിങ്ങൾ റിസീവ് ചെയ്യണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, മിസ്സാക്കല്ലേ. നിങ്ങൾ ഒരു നിശ്ചിത ഡിനോമിനേഷനിലായിരിക്കുമ്പോൾ, നിങ്ങളൊരു പെൻറ്റക്കോസ്റ്റലോ കാത്തലിക്കോ പ്രെസ്ബിറ്റേറിയനോ അല്ലെങ്കിൽ ഇപ്പം തന്നെ കൺവേർട്ടായി വന്നു, നിങ്ങളൊന്നിലേക്കും കടന്നിട്ടില്ല, ഒരു റിലീജിയസ് ഡിനോമിനേഷനിലേക്ക് കടന്നിട്ടില്ല, എങ്ങനെ ആയിക്കോട്ടെ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് കെടുക്കുന്നത് ഞാൻ ചെയ്ത തെറ്റ്, എൻ്റെ പാപം, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നു, ഇങ്ങനത്തെ ഒരു സാധനത്തിൽ നിന്ന് കുറച്ചൊന്ന് ഷിഫ്റ്റ് ചെയ്ത്, കുറച്ചേ പറയുന്നുള്ളൂ, കുറച്ചൊന്ന് ഷിഫ്റ്റ് ചെയ്ത് റോമ 8:20 നയിക്കപ്പെടുന്ന, റോമ 8:14 കാണുന്ന നയിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ദൈവപുത്രൻ്റെ ടൈറ്റിൽ കിട്ടുന്ന ഒരു സീക്രട്ട്. അതിലേക്ക് ശ്രദ്ധ ഒന്ന് തിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് നയിക്കപ്പെടുന്നതിലേക്ക് നോക്കും. മനസ്സിലായില്ല? നിങ്ങൾ റിസീവ് ചെയ്യണം, നിങ്ങൾ മിസ്സാക്കില്ല. പ്രാർത്ഥനയോടെ ഇരിക്കണം, ഉള്ളിൽ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് വിത്തുകൾ നിങ്ങൾ ചിലരുന്ന്, ഇതെനിക്ക് തോന്നുന്നു ഒരു നെക്സ്റ്റ് റെക്കോർഡിങ്ങിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടോ, ബട്ട് സ്റ്റിൽ ബി കോഷ്യസ്. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ വിത്തുകൾ എടുത്തു പോകാനായിട്ട്, പാറമേലേക്കൊന്നും പോകാൻ, നല്ല നിലത്തിലേക്ക് ആവാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന പവർ പുറത്തേക്ക് വരാനായിട്ട് നിങ്ങളൊരു പാത്രമാണ്. അതെങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഇട്ട സ്രോതസ്സിനോട് ചോദിക്കും, ആരാ, എന്താ, എങ്ങനെ എന്ന്. ഇപ്പം നമ്മുടെ പറമ്പിൽ നമ്മളൊരു പുതിയൊരു തൈ കിട്ടി. ഒരാൾ തൈ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, ഞാൻ നഴ്സറി പോയപ്പോൾ കിട്ടിയതാണ്. നമുക്കൊരു മാവിൻ്റെ പോലെ തോന്നി, ഇല ഇങ്ങനെ കൊല്ലുന്ന ഇല. ഇത് മാവിൻ്റെ മാവിൻ്റെ ആണ് കേട്ടോ. ഇത് ഏതിൻ്റെയാണ്? ഇത് മൂവാണ്ടനാണ് കേട്ടോ. ഇതിപ്പോൾ എത്ര വർഷത്തിൻ്റെ? ഇത് ഇത്ര വർഷത്തിൻ്റെ ആണ്. ഇതിപ്പോൾ എത്ര തടത്തെടുത്ത? ഇത്ര പടം അല്ലേ? ചോദിക്കുമല്ലേ? അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു എവിടെ കിടന്നിരുന്നൊരു കാട്ടുവള്ളിയാണ്, എന്നെ അവിടെ നിന്ന് പറിച്ചെടുത്തിട്ട് കർത്താവ് അവൻ്റെ പേരിനോട് കണക്ട് ചെയ്തിട്ടുണ്ട്. മാമോദീസായിലൂടെ, സഭയിലൂടെ, അല്ലെങ്കിൽ ജന്മനോട്, എങ്ങനെ ആയിക്കോട്ടെ. ഞാനിവിടെ ഉണ്ട്, ഞാൻ ജീവനോടെ നിൽപ്പുണ്ട്. ഇനി അറിയേണ്ടത് ഈ ഞാനെന്ന വള്ളി എങ്ങനെയാണ് വളരണ്ടേ, എപ്പോഴാണ് വളരണ്ടേ, എനിക്കുള്ള താങ്ങുതണ്ട് എവിടെയാണ്, ഞാൻ എത്ര പടരണം, ഇതെല്ലാം തന്നെയും നമ്മൾ ആരോട്, ആ തായ് തലം അല്ലെങ്കിൽ എന്താണോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സോഴ്സ്, ആ സോഴ്സിനോടാണ് ചോദിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് അനേകം തലങ്ങൾ നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഈ അടിസ്ഥാനം മാത്രം മനസ്സിലാക്കുക. ഞാനൊരു ആത്മീയ മനുഷ്യനാണെങ്കിൽ അതിൻ്റെ ഏറ്റവും പരമോന്നതിയാണ് ദൈവം ആത്മാവാണ്. യോഹന്നാൻ 4:24 ദൈവത്തോടാണ്. ഞാനൊരു ബാങ്കിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ ഇന്നെനിക്ക് ടെല്ലറായിട്ടാണ് എന്നെ ഇരുത്തുന്നതെങ്കിൽ യെസ്റ്റർഡേ ക്ലോസിങ് ടാലി ആയിട്ടുണ്ടോ, ഇന്നിരിക്കുന്ന ക്യാഷ് ബാലൻസ് ഓക്കെ ആണെന്നുണ്ടോ, എൻ്റെ സിസ്റ്റം വർക്കിംഗ് ആണോ, എൻ്റെ ഡബിൾ സൈഡ് ലോക്ക് ആക്റ്റീവ് ആണോ, മൈക്ക് ചെക്ക്, ഇതെല്ലാം ചെയ്തിട്ടല്ലേ നിങ്ങൾ ഇരിക്കുക. ഒരു ദേശത്ത് ഒരു സ്ഥലത്ത് കണ്ടതാണ് കേട്ടോ, എല്ലാ ബാങ്കും ഇങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല, അല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ചോദിക്കും, മാനേജറെ ഇതെന്താ ഇങ്ങനെ, ഞാനെന്താ വേണ്ടേ, അല്ലേ? അപ്പം ആ ഗൈഡൻസ് ഫാക്ടർ എല്ലാ തലത്തിലും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്നിട്ട് നമ്മളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വാക്കുകൾക്ക് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ചോദിക്കണം. അതൊരിക്കലും മിണ്ടരുത്. ഒരാൾ നമുക്കറിയാണ്ട് നമ്മുടെ ഭൗതികമായ തലത്തിൽ നമ്മൾ കുറേ നമ്മുടെ മിത്ത് കുറേ സാധനങ്ങൾ കയറിപ്പറ്റി, ചില ശീലങ്ങൾ ഭയങ്കര മാറുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം ഡിക്ലെയർ ചെയ്യണം, ഞാൻ ഭൗതിക മനുഷ്യനല്ല, ഞാൻ ആത്മീയ മനുഷ്യനാണ് എന്ന് ഡിക്ലെയർ ചെയ്യുന്ന നിമിഷം മുതൽ അത് പൊട്ടി. ഫസ്റ്റ് സീക്രട്ടാണ് അത്. ഞാനൊരു ആത്മീയ മനുഷ്യനാണെന്ന് ഡിക്ലെയർ ചെയ്യുന്ന നിമിഷം ഉടുപ്പ് പൊട്ടി. ബ്രിഡ്ജൊക്കെ അവിടെ തന്നെയുണ്ട്, പക്ഷെ ആത്മീയ മനുഷ്യൻ മെല്ലെ ഒരു സ്റ്റെപ്പ് കയറും. മനസ്സിലായോ? ഇതിങ്ങനെ വലിച്ചുകൊണ്ട് പോവുക, ആത്മീയ മനുഷ്യൻ ഇങ്ങനെ നാശത്തിലേക്ക് വലിച്ചുകൊണ്ട് പോവുക. പെട്ടെന്ന് ഈ ഭൗതിക മനുഷ്യന്റെ തലത്തിനൊരു ഗൈഡൻസ് കിട്ടി, അത് പറയുവാണ്, ഞാനൊരു ആത്മീയ മനുഷ്യനാണ്. വിട്ടു. ഞാൻ ദൈവത്തിനാൽ നിവേശിതമായ ശക്തിയിൽ വ്യാപരിക്കുന്നു, ദൈവം എന്നിൽ വസിക്കുന്നുണ്ട്, കർത്താവിൻ്റെ സംരക്ഷണം എന്നിലുണ്ട്,
ഞാൻ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതാണ്, എനിക്കൊരു മിഷനുണ്ട്, ഞാൻ ദൈവത്തിന്, നമ്മൾ ഓരോ പ്രാവശ്യവും അത് ഡിക്ലെയർ ചെയ്യുമ്പോഴും ഇതിങ്ങനെ ലിഫ്റ്റായി ആത്മീയ തലം ലിഫ്റ്റായി വരും. അപ്പോൾ ഈ ഭൗതിക തലം ക്ഷയിച്ച് വരും. അപ്പോൾ അവനോട് പിടിക്കുക, അണ്ട് കൽപ്പിക്കുക, അത് ചെയ്യും, അനുസരിക്കും. അതല്ലാതെ നമ്മളൊരു റീഹാബിലിറ്റേഷനിൽ കൊണ്ടിട്ടു, ചന്തിക്ക് അടിച്ചു, കുത്തി, മലർത്തി, മരുന്നടിച്ച് അപ്പം ഭൗതികമായി തന്നെ എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ആത്മീയമായിട്ടല്ല കേട്ടോ. അപ്പം ഞാനിത് 3-4 ഘടകങ്ങളെടുത്ത് പറഞ്ഞു. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതിൻ്റെ, നമ്മൾ ആത്മീയമായ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതിൻ്റെ, പല ലെയറുകളുള്ളതിൻ്റെ, ചിലത് നമ്മളിൽ നിന്ന് വിടുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ എല്ലാം തന്നെയും ഈ ആവശ്യം വരും നമ്മളിപ്പോൾ ഇത് പഠിക്കുമ്പോൾ കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കണം, റിസീവ് ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാം ബൈബിൾ എടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു, പുസ്തകം എടുത്തു എന്ന് വിചാരിക്കുന്നു. ഇനി അതിലുള്ള കുറേ കാര്യങ്ങൾ, നിങ്ങളെ ഉപദ്രവിച്ച ദുഷ്ടരുടെ തലങ്ങൾക്ക് എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് ഏതൊക്കെ കിങ്ഡമുകളുടെ മേൽ നിങ്ങൾക്ക് അധികാരം കിട്ടുന്ന ഒരു തലം, ബ്ലെസ്സിങ്, ഫൈനൽ ബ്ലെസ്സിങ്, സഭയ്ക്ക് കൊടുക്കുക, ഇങ്ങനെ ദൈവത്തിൻ്റെ മക്കൾ കൊടുക്കുന്ന ബ്ലെസ്സിങ്, ഇങ്ങനെയൊക്കെ ആയിട്ട് അത് അവസാനിക്കുക. അപ്പോൾ അതിൻ്റെ ആയത്ത് കീ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ബൈബിൾ എടുത്തെന്ന് വിചാരിക്കണം. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും 2 കാറ്റഗറിയാണ്. ഈ 2 കാര്യങ്ങളും പ്രവൃത്തിയിലാണ്, ചെയ്യേണ്ടതാണ്, എന്നാൽ മാത്രമേ അത് വർക്കാകുള്ളൂ, ആക്സസ് കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ വർക്കാവില്ല. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം, ഹൂവർ ഗോസ് ടു ദി ലോർഡ്, അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതം കോട്ട. ഒന്നും സംഭവിക്കുന്നില്ല. പ്ലീസ് ട്രസ്റ്റ് മീ. നിങ്ങൾ അതരം കൊണ്ട് അത് പറയുന്നത് കൊണ്ട് വചനത്തിൻ്റെ ശക്തിയുടെ വൈബ്രേഷൻ ഉണ്ട്, ആ ഫ്രീക്വൻസിയിൽ വേരിയൻസ് ഉണ്ട്. അതല്ലാതെ നിങ്ങൾ സ്കെയിൽ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആന്തരിക മനുഷ്യൻ ആക്ടിവേറ്റഡ് ആവണം, ഇതിൽ എഴുതിയിരിക്കുന്ന എന്താണെന്നുള്ള അറിവ് വരണം. അതിനുശേഷം നമ്മളിങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല. ഉദാഹരണം പറഞ്ഞ 3 × 3 9 എന്നുള്ളത് പിടികിട്ടിയെന്ന് കരുതുക. അതെങ്ങനെയാണ് വന്നേ എന്നറിയുന്നില്ല എങ്കിൽ ആ കിട്ടിയ റിസൾട്ട് ചിലപ്പോൾ അവിടെ ഫില്ലാവുമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ട് പിന്നീട് അത് ഗുണം ചെയ്യത്തില്ല. എങ്ങനെ 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എങ്ങനെ ഡിവൈഡ് ചെയ്യണം നിങ്ങൾ അറിയത്തില്ല. ക്ലാരിറ്റി ഉണ്ടോ? റിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? 2 + 2 = 4 എന്ന് കിട്ടി. 2 + 4 2 + 2 4 എന്ന് പിടികിട്ടി. ഈ 4 കിട്ടി എന്നുള്ളത് കാണാപ്പാടം പഠിച്ചിരിക്കുവാണ്. 2 കൂടി എങ്ങനെ 4 ആയെന്ന് അറിയത്തില്ല. അപ്പോൾ 2ൻ്റെ കൂടെ 2 കൂടി ചേർത്തപ്പോൾ അങ്ങനെ എണ്ണത്തിലാണ് വന്നത് അല്ലേ. അപ്പോൾ 4ൽ നിന്ന് 2 കിഴിച്ചാൽ വീണ്ടും നമുക്ക് 2 കിട്ടില്ല. അങ്ങനെയുള്ള ഡെപ്ത് വന്നില്ലെങ്കിൽ നമ്മളത് മഗ്ഗപ്പ് ചെയ്തു, പക്ഷെ അത് ഫങ്ഷണലി പുറത്തേക്ക് വരുന്നതിന് മീനിങ് ഉണ്ടാവത്തില്ല. മീൻസ് അതിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ അതിൻ്റെ ആന്തരിക ഡെപ്ത് വരത്തില്ലാത്തത് കൊണ്ട് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല, മുതിർന്ന ക്ലാസ്സുകളിലേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ പിടികിട്ട്. അപ്പം 2 കീ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ, മിസ്സാക്കലാണ്, മാർക്ക് ചെയ്യണം. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കണം, സർവശക്തൻ്റെ തണലിൽ കഴിയണം. ഇത് എത്ര സെഗ്മെൻ്റ് എടുത്തിട്ട് എനിക്കത് ഡീറ്റെയിൽ ചെയ്യാൻ പറ്റാമെന്ന് അറിഞ്ഞുകൊണ്ട്, പക്ഷെ എന്തായാലും ഞാൻ ഈ കീയും ഇതിൻ്റെ ഘടകങ്ങളും ഓടിച്ചൊന്ന് പറഞ്ഞുതരാം എങ്ങനെ പ്രെയർ എന്നുള്ളത്. എന്നിട്ട് ഞാൻ ആക്കാം, അല്ലെങ്കിൽ ഒത്തിരി ലെങ്ത് വരും. എൻ്റെ ദൈവം അത്യുന്നതനാണ്, ആളുടെ മുകളിൽ വേറെ ആരുമില്ല. ആദ്യത്തെ അണ്ടർസ്റ്റാൻഡിങ്. ഹീ ഈസ് ജെനത്ത്, ഹീ നത്തിങ്. അതിൻ്റെ മുകളിലേക്ക് ചിന്തിക്കേണ്ട. കാരണം ഈ സീക്രട്ട് കിട്ടുന്നത് പിശാചിൻ്റെ വായിൽ തന്നെയാണ് അല്ലേ. പ്രവാചകന്മാരുടെ പുസ്തകം വായിക്കുന്ന നമ്മൾ അതിലെടുത്ത് പറയുന്നുണ്ട്, ഐ വിൽ ക്ലൈംബ് ടു ദ മൗണ്ടൻസ്, ഐ വിൽ ക്ലൈംബ് ദ എൽഡേഴ്സിൻ്റെ മൗണ്ടനുകൾ ഞാൻ കയറി ആ അത്യുന്നതൻ്റെ അടുത്ത് അവിടം വരെ ഞാൻ എത്തി, അല്ല അവിടെ ഞാൻ ത്രോൺ എന്നുള്ള ഒരു അഹന്ത പറയുന്നുണ്ട് അവൻ. അപ്പം ചിന്ത എങ്ങനെയാണ്, അതിൻ്റെ മുകളിലേക്ക് അപ്പൻ്റെ ദൈവത്തിൻ്റെയും മുകളിൽ ഞാൻ കയറിയിരിക്കുന്ന ഒരു അവസ്ഥ അവന് പറയാൻ പറ്റുന്നില്ല, അതുവരെ ഉള്ളൂ, അതിൻ്റെ മുകളിലേക്കില്ല. അതാണ് അതിൻ്റെ കാര്യം. ഓക്കെ. അപ്പം അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നു എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഉറപ്പിക്കേണ്ട കാര്യമുണ്ട്, ഹീ ഈസ് ദ ടോപ്പ്. അപ്പനാണ് ഏറ്റവും മുകളിൽ, ആ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലാണ് ഇരിക്കുന്നത്. ബാക്കി സർവ്വതും അതിൻ്റെ താഴത്താണ് ഇരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് അപ്പ എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയല്ല, ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന അപ്പൻ്റെ തൊട്ടടുത്താണ് ഞാൻ ഇരിക്കുന്നത്. ഫിസ് 2:6 എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഇത് ട്രിഗർ ചെയ്യേണ്ടത്. ഇവിടെ നിന്നിട്ട് എവിടെയോ ഇരിക്കുന്ന അപ്പൻ അങ്ങനെയല്ല. ഓക്കെ. സർവശക്തൻ്റെ തണലിൽ എന്ന് പറഞ്ഞൊരു ഘടകം പറയാം. ആ വാക്ക് കിടക്കുന്ന തണലിൽ നിന്നല്ല ശരിക്കുള്ള അതിൻ്റെ കീ കിടക്കുന്നത്, സർവശക്തൻ എന്ന് പറഞ്ഞാലാണ് അതിൻ്റെ കീ കിടക്കുന്നത്. സർവശക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ കഴിവുള്ളവൻ, എല്ലാ ശക്തികൾക്കും മുകളിലുള്ളവൻ, ശക്തിയുടെ സ്രോതസ്സായവൻ, എവറി ടൈപ്പ് ഓഫ് പവർ റെസ്റ്റ്സ് ഓൺ ഹിം എന്നുള്ളൊരു തലമെടുക്കണം.
എന്നിട്ട് ചിന്തിക്കണം അതിൻ്റെ തണലിൽ. വെറുതെ ഒരു കോഴിയുടെ ഒരു ചിറക് കുറെ കുഞ്ഞുങ്ങളായിട്ട് നടക്കണം, അങ്ങനത്തെ ഒരു എക്സാമ്പിൾ എടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറയുമെങ്കിലും അതൊന്നുമല്ല എൻ്റെ ലെവല്. ദൈവം പറയാം, നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ മലയോട് മരത്തിനോട് പോവുക അനുസരിക്കും എന്ന് പറയുന്നൊരു പവർ ഉണ്ടല്ലോ, വിശ്വാസത്തിൻ്റെ പവർ, അതൊരു പവറാണ്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മാലാക പിതാവിൽ നിന്ന് ശക്തി ആർജിച്ച് വന്നിട്ട് 1,85,000 പേരെ പട്ടീനെ അരിയുന്ന പോലെ അരിഞ്ഞിട്ട് ഒരൊറ്റ രാത്രി കൊണ്ട് 1,85,000 പേരെ ഒറ്റ രാത്രി. അപ്പോൾ ഒറ്റ രാത്രി എന്ന് പറയുമ്പോൾ ഒരു 6 മണി 7 മണിയുടെ സമയമായിട്ടുണ്ടാവാം, പുലർച്ചെ 3 മണി 4 മണി ആയിട്ടുണ്ടാവാം. അതായത് ഒന്ന് വിശ്രമിച്ച് എണീക്കുന്ന സമയത്ത് ഇങ്ങനെ മുകളിലേക്ക് താഴത്തേക്ക് ശ്വാസം പോകുന്ന ഒറ്റ ഒരുത്തൻ 2 കാലം നടക്കുന്നില്ല പറമ്പിൽ നിന്ന്. ഒറ്റ മാലാകയുടെ കാര്യം പറഞ്ഞത്. അങ്ങനെ വ്യൂഹങ്ങളുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ പവർ കൊടുക്കുന്ന ഒരൊറ്റ സോഴ്സാണ് നമ്മുടെ അപ്പനെങ്കിൽ നീ ആരുടെ മകനാണെന്ന് നീ മനസ്സിലാക്കണം. കർത്താവ് ഈശോ ഇങ്ങനെ നിൽക്കുക, പിലാത്തോസ് ഇങ്ങനെ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ പറയാം, നീ എന്താ വിചാരിച്ചേ, ഞാൻ ഈ വിരലിങ്ങനെ ഫ്ലിക്ക് ചെയ്താൽ 12 വ്യൂഹം മാലാകന്മാർ കയറി മെയ്യും ഇവിടെ. ബട്ട് നോ. അപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇത് എന്തിനാ അവിടെ ആ ഡയലോഗിൻ്റെ ആവശ്യം എന്താ, എന്തിനാ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കത്തി. നിങ്ങളും ഇതുപോലെയുള്ള തലങ്ങളിൽ, ഇതുപോലെയുള്ള എക്സ്ട്രീംസിൽ, ഇതുപോലെയുള്ള ചലഞ്ചുകളുടെ മുമ്പിൽ വന്ന് നിൽക്കും. ബോധം ഉണ്ടാവണം നീ ആരുടെ മോനാണ്, ആരുടെ മകളാണ്. നിനക്ക് ഓർമ്മയുണ്ടാവണം നിന്റെ കിരീടം എവിടെ നിന്ന് കിട്ടിയെന്ന്. നീ ആ രാജാവും രാജ്ഞിയും അല്ലെങ്കിൽ പ്രിൻസ് ആൻഡ് പ്രിൻസസ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നിന്റെ രാജാതിരാജനായ ആരാണ്, നിനക്ക് തന്നിരിക്കുന്ന പവർ, നിനക്ക് നീ വിളിക്കുമ്പോൾ ഒരാളെ പവർ എത്രയുണ്ടെന്ന് നിനക്ക് ബോധ്യം ഉണ്ടാവണം. നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. യു ക്യാൻ കോൾ ഫോർത്ത് ദ ഹെവൻസ് ആർമി. അത്യുന്നതനായ ദൈവത്തിൻ്റെ ആർമി നിനക്ക് വേണ്ടി പോരാടാൻ തയ്യാറാണ്. അതിൽ ഒരുത്തൻ്റെ കഴിവാണ്, ഒരു ഒറ്റ മാലാകയുടെ കഴിവാണ്. 1,85,000 പേര് റെക്കോർഡഡ് ഹിസ്റ്ററി, റെക്കോർഡഡ്, നോട്ട് ഇൻ ദ ബൈബിൾ, യു ചെക്ക് എനിവേർ, ഇറ്റ് ഈസ് റെക്കോർഡഡ്. 1,85,000 പേരെ പച്ചക്കരിഞ്ഞ് തള്ളാൻ കഴിവുള്ള ഒരാളുടെ കണക്കാണ് പറഞ്ഞെങ്കിൽ 12 വ്യൂഹം മാലാകന്മാർ നിൻ്റെ കൂടെ സഹായത്തിനുണ്ടെങ്കിൽ നമുക്കെന്താ അതിൻ്റെ ഡെപ്ത് മനസ്സിലാവാത്ത. ഇതിന് മുഴുവൻ സോഴ്സ്. അപ്പോൾ അതിനേക്കാൾ അപ്പുറത്ത് എത്രയോ ഉണ്ടാവാം. ലിവിങ് ക്രീച്ചേഴ്സ് ഉണ്ടായിരിക്കാം, ആർക്കേഞ്ചൽസ് ഉണ്ടാവും, പല പല കാറ്റഗറി ഉണ്ടാവും. 12 വ്യൂഹം മാലാകന്മാരെന്ന് പറഞ്ഞാൽ യോദ്ധാക്കളുടെ തലം മാത്രമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അതിന് എത്രയോ ലീജിയൻ കണക്കിനുണ്ടായിരിക്കും. അപ്പോൾ ഇറ്റ് ഈസ് അവൈലബിൾ. അപ്പോൾ ഇതിനൊക്കെ പവർ കൊടുക്കുന്ന ഒരു സോഴ്സാണ്, ഒരൊറ്റ സോഴ്സാണ്. അല്ലാണ്ട് അവർ ബൂസ്റ്റും ഹോർലിക്സും രാവിലെ എൻ്റെ പുഴുങ്ങിയ മുട്ടയും കഴിച്ചിട്ടൊന്നുമല്ല മാലാകന്മാർ മസിൽ ഉണ്ടാക്കണതോ കരുത്ത് വരുന്നതോ. ഒറ്റ സോഴ്സിൽ നിന്നാണ് പവർ. ആ ക്രിയേഷൻ ഒറ്റ സോഴ്സിൽ നിന്നാണ്. അതാണ് ഇവിടെ വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വസിക്കുന്ന ആളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ ആലോചിക്കണം, സർവശക്തൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾക്ക് ഇത് ഞാനൊരു ത്രെഡാണ് പറഞ്ഞത് കേട്ടോ. നമ്മളിത് ഡീറ്റെയിൽ ഒരു ദിവസം എടുത്ത് തീരത്തില്ല. തണലിൽ കഴിയുന്നവനാണെന്ന് നിനക്ക് ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നീ സങ്കീർത്തനം 91 ചെല്ലാവൂ, പ്രാർത്ഥിക്കാവൂ. കാരണം നിനക്ക് ഞാനിരിക്കുന്നത് അത്യുന്നതനായ ദൈവത്തിൻ്റെ മകനോ മകളോ, അതിൻ്റെ ആ പ്രൊട്ടക്ഷനാണ്. രാജകുടുംബത്തിലെ ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആണ് ഞാൻ ഇരിക്കുന്നതെന്ന് നിനക്ക് ബോധ്യമില്ലെങ്കിൽ, എവറി സോഴ്സ് ഓഫ് പവർ, ലെജിറ്റിമേറ്റ് അൺലിമിറ്റഡ് ട്രൂ പവർ വരുന്നത് എവിടെ നിന്നാണ് ബോധ്യമില്ലാതെ ആണ് നീ ചെല്ലുന്നതെങ്കിൽ ആദ്യത്തെ കീ തന്നെ, അല്ലെങ്കിൽ ഏറ്റവും പരമോന്നതമായ കീ നീ നഷ്ടപ്പെടുത്തി. അപ്പോൾ ഇത് ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ തുടരുക കേട്ടോ. ഇനി തുടരേണ്ട രീതിയും പറഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് വരുന്നതിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. എന്നിട്ട് നെക്സ്റ്റിൽ നമുക്ക് പറയാം. കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും എന്ന് സങ്കീർത്തകൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയാണ്: ഞാൻ അത്യുന്നതൻ്റെ സംരക്ഷണത്തിലാണ് വസിക്കുന്നത്, സർവശക്തൻ്റെ തണലിലാണ് ഞാൻ കഴിയുന്നത്. അതുകൊണ്ട് എൻ്റെ സ്വർഗീയ അപ്പനോട് ഞാൻ പറയുവാണ്, എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും അങ്ങാണ് എന്ന് ഞാൻ ഏറ്റു പറയുന്നു. വ്യത്യാസം മനസ്സിലായോ? നിങ്ങളിത് സാധിക്കുകയാണെങ്കിൽ ബാക്കിലേക്ക് പോയിട്ട് കുറിച്ചെടുക്കണം. യു ഷുഡ് റൈറ്റ് ഇറ്റ് ഡൗൺ, എഴുതിയെടുക്കണം കേട്ടോ. ഇപ്പം ഞാനത് പ്രയർ ഫോർമാറ്റിലേക്ക് ആക്കി. റീഡിങ് ഫോർമാറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞു, വചനത്തിൽ എഴുതിയിരിക്കുന്ന ഫോർമാറ്റ് നമ്മൾ പറഞ്ഞു. നിങ്ങൾ പ്രയർ ഫോർമാറ്റിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യണം. റിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മിസ്സാക്കല്ലേ. ഇനി എൻ്റെ താഴെയാണ് പിന്നെയാണ് അവിടെ നിന്ന് തുടങ്ങുന്നത്. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്ന് പറയാനുള്ള പ്രാർത്ഥന ഉള്ള വചനം. അവിടുന്ന് എന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ എൻ്റെ കുടുംബത്തെ അല്ലേ പ്രാർത്ഥിക്കുന്നു. തൻ്റെ തൂവൽ കൊണ്ട് അവിടുന്ന് എന്നെ മറച്ചുകൊള്ളും, അവിടുത്തെ ചിറകുകളുടെ കീഴിൽ എനിക്ക് അഭയം ലഭിക്കും.
അങ്ങനെയാണ് പ്രാർത്ഥന പോകേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫർദർ ഡീറ്റെയിൽ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ വെബിലോ അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിയിലോ നമുക്ക് പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഇത് ശ്രദ്ധിക്കണേ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ, ശക്തമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് ശക്തിപ്പെടണം കേട്ടോ. സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അത്യുന്നതനായ അപ്പ, സർവശക്തിയുടെ സ്രോതസ്സായ പിതാവേ, അപ്പയുടെ കീഴിൽ ഞങ്ങളായിരിക്കുന്നു. ഒന്നിനും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ഒരു ദുഷിപ്പിനും ഞങ്ങളൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്, അപ്പ ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പയുടെ ചിറകിൻ്റെ കീഴിൽ ഞങ്ങൾ ധൈര്യമായിട്ട് വിന്യസിക്കുക. ഏഷ്യ 40:31 കരുത്ത് മാംസം ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലാക്കി 4:2 അധികാരം മാംസം ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവം നൽകിയിരിക്കുന്ന എൻ്റെ പ്രീസ്ലി ഓഫീസിലിരുന്ന് ബ്ലെസ് ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ശംശഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും അത്യുന്നതൻ്റെ ശക്തിയും എല്ലാവരിലും നിറയട്ടെ എന്ന് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാനും സ്തുതി. ആമേൻ. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ശലോം.